പാഠം 1 കൃഷി. ഇപ്പോൾ ഈ കൊയ്ത്തുപാട്ട്, പഴയ കാലത്തെ ആ കൊയ്യുന്ന സമയത്തെ ഒരു അനുഭവവും അത് പങ്കുവെച്ച് ഒരു പാട്ടും കൂടി ചേട്ടനൊന്ന്. പഴയ കാലത്ത് നമ്മൾ കൊയ്ത്തുപാട്ട് എന്ന് പറയുമ്പം നമ്മൾ ഈ അന്ന് വ്യാപകമായ തോതിൽ കൃഷി ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. നമുക്ക് നമ്മുടെയൊക്കെ നമ്മുടെ ആറന്മുള പോലെ അല്ല മധ്യതിരുവിതാംകൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇരിപ്പ് കൃഷി വരെ ഉണ്ട്. അപ്പം ഇവിടെ കൃഷി ഒന്ന് ഒതുങ്ങി വിളവാക്കി ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ പടിഞ്ഞാറൻ കായൽ ഭാഗത്ത് കേന്ദ്രീകരിച്ചുള്ള കൃഷികൾക്ക് നമ്മളിവിടുന്ന് ആൾക്കാർ പടിഞ്ഞാറോട്ട് പോകും. കുട്ടനാടൻ പ്രദേശങ്ങളിൽ അപ്പുറ കുട്ടനാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ അങ്ങനെ നമ്മൾ കൊയ്ത്തിന് പോകുന്ന അവസരങ്ങളിൽ അത് ബന്ധുമിത്രാദികൾ ഉത്സവം പോലെ, കൊയ്ത്ത് ഉത്സവം പോലെ നമ്മുടെ ബന്ധുമിത്രാദികളും നമ്മുടെ വേണ്ടപ്പെട്ടവരും ഒക്കെ വരികയും ഒന്നിച്ച് അവർ കൊയ്ത്തിന് ഒക്കെ പോകുമ്പോൾ അങ്ങോട്ട് ബന്ധുക്കളായിട്ട് ചെന്ന് അവരുടെ പാടങ്ങളെല്ലാം കൊയ്ത് നമ്മൾ നെല്ലും കൊണ്ട് പോകുന്ന ആ ഒരു കാലഘട്ടത്തിന് നമ്മളൊരു കൊയ്ത്തുപാട്ടിനെ അനുസ്മരിപ്പിക്കുക. ആ സമയത്ത് നമ്മൾ കുട്ടനാട്ടിൽ പദം കൊയ്ത്തിന് പോകുവാൻ വട്ടം കൂട്ടുന്നവർ പട്ടിണിക്കാർ, അച്ഛനളിയൻ ഇണങ്ങരും കൂട്ടരും മച്ചുനന്മാരും അങ്ങൊത്തുകൂടി, തിന്താരേ തിന്താരേ ദഗ തിന്തകത്താരാ, തിന്താരേ തിന്താരേ ദഗ തിന്തകത്താരാ, തിന്താരേ തിന്താരേ ദഗ തിന്തകത്താരാ, തിന്താരേ തിന്താരേ ദഗ തിന്തകത്താരാ, ഏരണ്ടപ്പ ഏരപ്പ ഏരേരണ്ടപ്പ, ഹാ ഏരണ്ടപ്പ ഏരപ്പ ഏരേരണ്ടപ്പ, രാമങ്കര കുന്നങ്കര ചാത്തങ്കര ചേന്നങ്കരി വെട്ടിത്തുരുത്തുന്ന കോഴിമുക്ക്, കൈതപ്പുറ കണ്ടപ്പുറ ആലപ്പുഴ വേലപ്പുറ പട്ടാഴി കോട്ടയം പാണ്ടനാട്, രാമങ്കര കുന്നങ്കര വേലങ്കര വെട്ടിത്തുരുത്തുന്ന കോഴിമുക്ക്, കൈതപ്പുറ കണ്ടപ്പുറ ആലപ്പുഴ വേലപ്പുറ പട്ടാഴി കോട്ടയം പാണ്ടനാട്, തിന്താരേ തിന്താരേ ദഗ തിന്തകത്താരാ, തിന്താരേ തിന്താരേ ദഗ തിന്തകത്താരാ, തിന്താരേ തിന്താരേ ദഗ തിന്തകത്താരാ, തിന്താരേ തിന്താരേ ദഗ തിന്തകത്താരാ, ഏരണ്ടപ്പ ഏരപ്പ ഏരേരണ്ടപ്പ, ഏരണ്ടപ്പ ഏരപ്പ ഏരേരണ്ടപ്പ, കുട്ടനാട്ടിൽ പദം കൊയ്ത്തിനു പോകുവാൻ പട്ടം കൂട്ടുന്നവർ പട്ടിണിക്കാർ, അച്ഛനളിയൻ ഇണങ്ങരും കൂട്ടരും മച്ചൂനന്മാരും അങ്ങൊത്തുകൂടി, കുട്ടനാട്ടിൽ പദം കൊയ്ത്തിനു പോകുവാൻ വട്ടം കൂട്ടുന്നവർ പട്ടിണിക്കാർ, അച്ഛനളിയൻ ഇണങ്ങരും കൂട്ടരും മച്ചൂനന്മാരും അങ്ങൊത്തുകൂടി, തിന്താരേ തിന്താരേ ദഗ തിന്തകത്താരാ, തിന്താരേ തിന്താരേ ദഗ തിന്തകത്താരാ, തിന്താരേ തിന്താരേ ദഗ തിന്തകത്താരാ, തിന്താരേ തിന്താരേ ദഗ തിന്തകത്താരാ. അങ്ങനെ നമ്മൾ പടിഞ്ഞാറൻ കായലിലേക്ക് നമ്മളെ ഒരു കൊയ്ത്തുത്സവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അത് ഒരുപാടുണ്ട് അങ്ങോട്ട്. സാറേ, ചേട്ടൻ ശരിക്കും ഈ ആലപ്പുഴയും പത്തനംതിട്ടയിലെ പ്രദേശങ്ങൾ, ഈ പാടശേഖര പ്രദേശങ്ങളുടെ പേരെടുത്തിട്ടാണ്. അപ്പോൾ എന്തൊരു ഒത്തൊരുമയും. അതായത് നമ്മൾ ഈ പടിഞ്ഞാറോട്ടുള്ള ഈ കുട്ടനാട് അപ്പർ കുട്ടനാട് ഏരിയയിലുള്ള മൊത്തം പേരുകേട്ട പാടങ്ങളുടെ എല്ലാം പേര് കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു എല്ലാവരും കൂട്ടായിട്ട് അച്ഛനും മക്കളും കൊച്ചുമക്കളും ബന്ധുക്കളും അമ്മാവന്മാരും അന്തരന്മാരും എല്ലാവരും കൂട്ടായിട്ടുള്ള ഒരു ബന്ധം, കൃഷിയോടുകൂടി നമ്മുടെ മനുഷ്യ ബന്ധങ്ങൾ പോയി. ചേട്ടാ, ഇതിൽ എവിടാ ചേട്ടാ ഈ മൂല്യച്യുതി സംഭവിച്ചത്? എപ്പോഴാണ് നമുക്ക് എവിടാണ് ഇതൊരു ബ്രേക്ക് വന്നത് നമ്മുടെ ഈ സംസ്കാരത്തെ, ഈ കാർഷിക വൃത്തിയിൽ നിന്ന് നമ്മൾ അകന്നു പോകാൻ ഉണ്ടായ കാരണം? കാർഷിക വൃത്തി എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എൻ്റെ ഒരു ചെറിയ അഭിപ്രായമാണ്, കാർഷിക വൃത്തിയിൽ നിന്ന് നമ്മൾ അകന്നു പോകാനുള്ള പ്രധാന വിഷയം ആഗോളവൽക്കരണത്തിൻ്റെ ഒരു വലിയ കടന്നുകയറ്റം നമ്മുടെ കാർഷിക മേഖലയിൽ വളരെ ശക്തമായിരുന്നു. കാരണം ഈ മുതലാളിത്ത അല്ലെങ്കിൽ കുത്തക മുതലാളിമാരുടെ ഈ ലാഭക്കൊതി കൊണ്ടുവന്ന് നമ്മുടെ കൃഷി ചെയ്ത പാടങ്ങളൊക്കെ തന്നെ ഇവിടെ രാഷ്ട്രീയപരമായിട്ട് പണം സമ്പാദിക്കുന്നതിന് വേണ്ടി ഒക്കെയുള്ള ചില ആൾക്കാരുടെ കുത്സിത ശ്രമത്തിൻ്റെ ഫലമായിട്ട് അവരിൽ നിന്ന് പൈസ വാങ്ങിച്ചുകൊണ്ട് കാർഷിക മേഖലയൊക്കെ ഇല്ലാതാക്കി കളഞ്ഞിട്ട് ഇവിടുത്തെ ആ കാർഷിക സംസ്കാരത്തെ തന്നെ നശിപ്പിച്ചു. കാരണം ഒരു കുത്തക ഒരു വരവാണത്, ഒരു മുതലാളിത്തത്തിൻ്റെ ആയിട്ടുള്ള ഒരു ചെറിയ വരവുകൾ കൂടി ചില രീതികൾ കൊണ്ട് നമ്മുടെ കാർഷിക മേഖല അപ്പാടെ സ്തംഭിച്ചെന്നുള്ള. കാരണം മാത്രവുമല്ല, നമ്മുടെ കാർഷിക മേഖല സംബന്ധിച്ചിടത്തോളം അവിടെ അടിക്കടി ഉണ്ടാകുന്ന ഈ വെള്ളപ്പൊക്കം, 2018 വെള്ളപ്പൊക്കം പോലുള്ള നമ്മുടെ അങ്ങനെ പ്രകൃതിയെ ആശ്രയിച്ച് തന്നെ നമ്മൾ പ്രകൃതിയെ ആശ്രയിച്ചാണ് കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടിക്കടി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം അതുപോലുള്ള കൃഷി നാശങ്ങളിൽ മാറി വരുന്ന ഗവൺമെൻറ് അതിന് ശരിയായ രീതിയിലുള്ള നഷ്ടപരിഹാരങ്ങൾ, അല്ലെങ്കിൽ അവിടെ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്കോ അല്ലെ കൃഷി അയക്കുന്ന ഒരു കർഷകനോ
അദ്ദേഹത്തിന് അവർക്കൊക്കെ തന്നെ ഇതിൻ്റെ ഒരു നഷ്ടപരിഹാര തുക മാറി വരുന്ന സർക്കാരുകൾ കൊടുക്കാൻ തയ്യാറാകുന്നില്ല. കൃഷി അങ്ങനെ വന്ന് കോർപ്പറേറ്റുകൾക്ക് നമ്മുടെ പാടങ്ങളൊക്കെ തന്നെ തീരെഴുതുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് അമിത ലാഭക്കച്ചവടത്തിന് പോകുന്നതിൻ്റെ ഫലമായിട്ട് തന്നെ ആ കൃഷി സംസ്കാരം തന്നെ ഇല്ലായതെന്നുള്ള എൻ്റെ ഒരു അഭിപ്രായം അതാണ്. രാജൻ ചേട്ടാ, ഈ ഇന്നത്തെ തലമുറ ഈ കാർഷിക വൃത്തിയിൽ നിന്ന് ഒരുപാട് അകന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രാജൻ ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായത്തിൽ പറയുമ്പോൾ ഇപ്പം തന്നെ ടെക്നോളജികൾ വളർന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു കണ്ടത്തിൽ കൊയ്യാനോ അല്ലെങ്കിൽ ഒരു വിത്തിടാനോ ഒരു ചാണകം ചുമ്മാനോ ഇന്ന് പാടില്ലാത്ത ഒരു ഇതിലേക്ക് വന്നിരിക്കും ഈ തലമുറ. അപ്പോൾ ഈ തലമുറ ഇന്നിപ്പോൾ അതിന് തയ്യാറല്ല. ഈ കൃഷിയിടങ്ങളെന്നൊക്കെ പറയും ഇപ്പം തന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട് എല്ലാം തരിശായിട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ കാണുക. അത് നമ്മുടെ ചേട്ടൻ തന്നെ പറഞ്ഞതാണ്, നമുക്ക് ഇവിടെ തൊഴിലെടുക്കാൻ ആളില്ലാതെ പോയതുകൊണ്ടാണ്. അപ്പോൾ തൊഴിലെടുക്കാൻ സത്യത്തിൽ ആളില്ല എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് വളർന്ന് ഇനിയിപ്പോൾ അത് ഇനിയൊരു പുനർജനിപ്പിച്ചത് വരുമോ എന്ന് നമുക്ക് സ്വപ്നം കാണേണ്ടിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ പാടങ്ങളെല്ലാം തന്നെ ഇപ്പം തന്നെ മണ്ണെടുത്തതാത്തും അല്ല ചുടുകട്ടയുണ്ടാക്കി അങ്ങനെയൊക്കെ നമ്മുടെ ഈ പാടങ്ങളെ നശിപ്പിച്ച് കഴിഞ്ഞിരിക്കുക. അപ്പോൾ ഇപ്പോഴേ അതിന് ഇപ്പം നമ്മുടെയൊക്കെ അവിടെ എൻ്റെയൊക്കെ സ്ഥലത്താണെങ്കിൽ ഇപ്പോൾ ബുധനൂരൊക്കെയാന്ന് പറഞ്ഞാൽ കണ്ടത്തിലോട്ട് ഇറങ്ങാനൊക്കെ പെരുത്തട്ടയാണ്. അത്തരത്തിലേക്ക് നമ്മളവിടെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കണ്ടത്തിൽ കൃഷിയില്ല വന്നപ്പോൾ ഈ അട്ട പെരുകി. ഇപ്പോൾ ഒരു കൃഷി തന്നെ നടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടില്ല. നേരത്തെ 2 കൃഷി നടന്ന പാടങ്ങളാണിത്. അപ്പോൾ കുട്ടനാടിനെ കുറിച്ച് പറഞ്ഞില്ല. കുട്ടനാട്ടിലെ പാടശേഖരം 24,000 കായൽ, മതികായൽ, അതുപോലെ പുന്നമടക്കായൽ, ഇങ്ങനെയൊക്കെയുള്ള കായലുകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൃഷി നടന്ന സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ കൊയ്ത്തിനൊക്കെ എന്നെയും എൻ്റെ ചെറുപ്പത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ വള്ളത്തിലാണ് കൊണ്ടുപോകുന്നത്. വള്ളം ബോട്ട് കെട്ടി വലിച്ചുകൊണ്ട് ആൾക്കാരെ വെച്ച് കെട്ടി വലിച്ചുകൊണ്ടാണ് ഈ കൊയ്ത്തിനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഈ പ്രദേശത്തു നിന്നൊക്കെ ടണ്ണ് കണക്കിന് ലക്ഷക്കണക്കിന് പറ നെല്ലുകൾ നമ്മൾ സംഭരിച്ചിരുന്ന അതിപ്പോൾ കണ്ടത്തിലൊക്കെ കണ്ടത്തിൽ തന്നെ ആ മെതിയും കിടപ്പും ഒക്കെ അവിടെ തന്നെയാണ്. അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഈ കുട്ടനാടിന് പ്രത്യേകിച്ച് പാട്ടില്ല. സത്യത്തിൽ അത് ചെങ്ങന്നൂർ ഇങ്ങനെ നമ്മുടെ കിഴക്കോട്ടുള്ള മേഖലയിൽ നിന്ന് സൃഷ്ടിച്ചെടുത്ത പാട്ടുകളാണ് ഇപ്പോൾ കുട്ടനാട്ടി പദം പാടിയത്. അല്ല, ശരിക്കും പറഞ്ഞാൽ ഈ ചെങ്ങന്നൂരും ഇതൊക്കെ ഒരു ആറന്മുള ദേശമാണല്ലോ. ചെന്നിത്തല ആറന്മുള ദേശത്തെ ഒരു പൈതൃകം അല്ല, ഇവിടുത്തെ ഒരു കാർഷിക സമ്പ്രദായം തന്നെ എടുത്തു പറയപ്പെടേണ്ടതാണ്. അടുത്ത കാലത്തിൽ ജില്ല 2 നേരത്തെ ആലപ്പുഴ ജില്ലയല്ലേ, ആറന്മുളയെല്ലാം ആലപ്പുഴ ജില്ലയുമായിട്ട് ബന്ധപ്പെട്ടാണ് നിന്നിരുന്നത്. അതിനെ ബന്ധപ്പെടുത്തുന്ന നല്ല നമ്മുടെ ഇവിടുത്തെ തനതായ ആ ഒരു നിരവധി പാട്ടുകൾ ഉണ്ടല്ലോ. ഒരു നല്ലൊരു പാട്ട് ചേട്ടൻ പാടിക്കും. ആറന്മുള ഇപ്പോൾ നമ്മൾ എടുത്ത് പറയുമ്പം തനതായിട്ടൊരു സംഭവം നടക്കുന്ന പറഞ്ഞൊരു വള്ളംകളി നടക്കുന്നുണ്ട്. അപ്പോൾ വള്ളംകളി അന്നൊക്കെ ആലപ്പുഴ ജില്ലയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ സൃഷ്ടിക്കപ്പെട്ട പാട്ട് ആദ്യം തുടങ്ങുന്ന വള്ളംകളി മൂലംകളി ചമ്പക്കുളത്ത് തുടങ്ങുന്നു, രണ്ടാമത് പുന്നമടക്കായൽ തുടങ്ങുന്നു. അങ്ങനെ ഓരോ കായലിലും വള്ളംകളി നടക്കുന്നതായിട്ട് നമ്മുടെ മാതാപിതാക്കന്മാർ പാടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ആ വള്ളംകളിക്ക് എന്തൊക്കെയാണ് അനുഷ്ഠാനത്തിന് വേണ്ടത് എന്നൊക്കെ ആ വള്ളംകളിയിൽ ആ പാട്ടിലൂടെ നമ്മളെ പരിചയപ്പെടുന്ന. ആറന്മുളയിൽ എന്ത് വേണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആ ആറന്മുളയിലേക്ക് വരുമ്പോൾ ഈ അതിനകത്ത് വേണം. ഓണവുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. വള്ളംകളി ഓണവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മുടെ കാർഷിക സമൃദ്ധിയുടെ ഒരു ഉത്സവം കൂടിയാണ്. നിറവറയൊക്കെ കൊടുത്താണ് ഈ വള്ളം. അപ്പോൾ എവിടെയാണോ കൃഷിയെടുപ്പുണ്ട് അവിടെയാണ് കാളകെട്ടുണ്ടാകുന്ന, വള്ളംകളി ഉണ്ടാകുന്നത്. ഇതെല്ലാം നിറവറ വെച്ചുകൊണ്ടുള്ള ഓണത്തോടനുബന്ധിച്ചുള്ള വരവേൽപ്പാണ് ജലോത്സവം. അപ്പോൾ ജലോത്സവങ്ങളുടെ തന്നെ ഒരു നാടാണ് നമ്മുടെ ഈ ഇപ്പം ആലപ്പുഴ, പത്തനംതിട്ട ജില്ല, ഈ ആറന്മുളയുടെ വൃഷ്ടിപ്രദേശം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിപ്പോൾ വള്ളംകളി തുടങ്ങുന്നത് തന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് ഇപ്പോൾ ഫസ്റ്റിൽ തുടങ്ങുന്ന വള്ളംകളി മൂലം വള്ളംകളിയാണ്, ചമ്പക്കുളം. അപ്പോൾ അങ്ങനെ അവർ പാടി വെച്ചിരിക്കുന്ന ഒരു പാട്ടിൻ്റെ കുറച്ച് ലൈൻ നമുക്ക് പാടപ്പോൾ നിങ്ങളെല്ലാം അതിനെ സപ്പോർട്ട് ചെയ്തത്. വള്ളംകളിയാണ് അത് ഒരു മുന്നേറ്റത്തിൻ്റെ പാട്ടാണ്. അതായത് മുന്നേറ്റം തുഴഞ്ഞ് മുന്നോട്ട്. അതെ മുന്നേറ്റത്തിൻ്റെ പാട്ടുകൾ. ഈ കൊയ്ത്തുപാട്ടും കൊയ്താണ് മുന്നേറ്റം. അതുപോലെ വള്ളംകളി തുഴഞ്ഞ് മുന്നേറുക. അപ്പോൾ മുന്നേറ്റത്തിൻ്റെ പാട്ടായിട്ടാണ്, ഒഴുക്കിനെതിരെ മുന്നേറ്റം. അത്തരം പാട്ടുകളാണ് അവർ സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ അത്ര ഒരു ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് അതിലൊന്ന് തുടങ്ങാം. അപ്പോൾ ആ വള്ളംകളിയാണ്. അപ്പം വായ്ത്താരികൾ ഏറ്റുപാടണം, എങ്കിലേ നമുക്ക് ആ തുഴയുടെ താളം കറക്റ്റായിട്ട് വരും. അപ്പോൾ നോക്കാം. തങ്കമ്മയ്ക്കു വീട്ടിൽ പോണം തത്തച്ചുണ്ടം വള്ളം വേണം, തങ്കമ്മയ്ക്കു വീട്ടിൽ പോണം തത്തച്ചുണ്ടം വള്ളം വേണം, വള്ളത്തെ പത്താളു വേണം അക്കര കടത്തിറക്കാം, വള്ളത്തെ പത്താളു വേണം അക്കര കടത്തിറക്കാം.
ചമ്പക്കുളം കായലിലെ വള്ളം കളിയാടുത്തല്ലോ നമ്മക്കൊന്നു പോകണമേ തങ്കമ്മ കൊച്ചേ. ചമ്പക്കുളം കായലിലെ വള്ളം കളിയാടുത്തല്ലോ നമുക്കൊന്നു പോകണമേ തങ്കമ്മ കൊച്ചേ. കായലിലെ വള്ളം കളിയാടുത്തല്ലോ കായലിലെ വള്ളം കളിയാടുത്തല്ലോ കപ്പ വേണം മീനും വേണം ചാരായം വേണം കപ്പ വേണം മീനും വേണം ചാരായം വേണം. ആറന്മുള ഭഗവാന്റെ വള്ളം കളിയാടുത്തല്ലോ ആറന്മുള ഭഗവാന്റെ വള്ളം കളിയാടുത്തല്ലോ കൊട്ടു വേണം കൂടൽ വേണം കൂരാവ വേണം കൊട്ടു വേണം കൂടൽ വേണം കൂരാവ വേണം. ആറന്മുള ഭഗവാന്റെ വള്ളം കളിയാടുത്തല്ലോ ആറന്മുള ഭഗവാന്റെ വള്ളം കളിയാടുത്തല്ലോ കൊട്ടു വേണം കൂടൽ വേണം കൂരാവ വേണം കൊട്ടു വേണം കൂടൽ വേണം കൂരവ വേണം. ആറ്റിലിട്ട താഴുകില്ല തോട്ടിലിട്ട തോക്കുകില്ല ആറ്റിലിട്ട താഴുകില്ല തോട്ടിലിട്ട പൊങ്ങുകില്ല പാടത്തിട്ട പക്ഷി പോലെ പറന്നു പോകും പാടത്തിട്ട പക്ഷി പോലെ പറന്നു പോകും. ആറ്റിലിട്ട താഴുകില്ല തോട്ടിലിട്ട തോക്കുകില്ല ആറ്റിലിട്ട താഴുകില്ല തോട്ടിലിട്ട പൊക്കുകില്ല പാടത്തിട്ട പക്ഷി പോലെ പറന്നു പോകും പാടത്തിട്ട പക്ഷി പോലെ പറന്നു പോകും. എത്ര മനസ്സിന് എന്ത് കുളിർമയൊക്കെയെന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര മനുഷ്യൻ പഴയ കാലത്തെ മനുഷ്യരെ എന്ത് ആസ്വദിച്ചിരുന്നു എന്നുള്ളതാണ്. അവരുടെ ആരോഗ്യത്തിന്റെ ഒക്കെ രഹസ്യം ഒരു പക്ഷേ ഇതായിരുന്നായിരിക്കും അല്ലേ. വളരെ സന്തോഷത്തോടുകൂടി എല്ലാവരും വഴക്കൊന്നുമില്ലാതെ അല്ലേ, ആ ഓണസമയത്തൊക്കെ ഒത്തൊരുമയുടെ അല്ലേ, എത്ര മനോഹരമായാണ് പൂർവികർ നമുക്കിത് നമ്മളിലേക്ക് എത്തിച്ചത്. ചേട്ടാ, ഇത് ശരിക്കും എങ്ങനെയാണ് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഇത് കൈമാറുന്നത്? അതിനെന്താണ് ഉപായം? ഇപ്പൊ നിങ്ങളെ പോലുള്ള ഇത്രയും മഹത്തായ വ്യക്തിത്വങ്ങൾ എന്ത് നടപടികളാണ് നമുക്ക് ഇതിന് എടുക്കേണ്ടത്? അടുത്ത തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർ കൃഷിയിലേക്ക് ഇറങ്ങണം. നമ്മുടെ കൃഷി, കാരണം കൃഷി ഇല്ലാതെങ്കിൽ മനുഷ്യൻ്റെ ജീവന് തന്നെ നിലനിൽപ്പില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കൃഷിയാണല്ലോ നമ്മളെയൊക്കെ നിലനിർത്തുന്നത്. കാരണം കൃഷി ഇല്ലാതെ അന്യം നിന്ന് പോവുകയാണ്. അടുത്ത തലമുറ കൃഷി ചെയ്യാൻ തയ്യാറാകണം. കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കണം. കൃഷി ഉണ്ടെങ്കിലേ മനുഷ്യന് ജീവിതമുള്ളൂ, ജീവനുള്ളൂ. അല്ലാതെ നമ്മൾ കുറേ സമ്പാദിച്ചുകൊണ്ടോ കുറേ സ്വത്തുക്കൾ കൈക്കലാക്കിക്കൊണ്ടോ കുറേ ഒക്കെ ഒന്നും അതുകൊണ്ടൊന്നും ഒരു കഥയില്ല എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ആഹാരം കഴിക്കണം. മനുഷ്യന് ജീവൻ രാശി നിലനിർത്തുന്നതിന് വേണ്ടി ആഹാരം ആവശ്യമാണ്. അത് ഉൽപ്പാദിക്കപ്പെടണം. വരും തലമുറകൾ എന്നെ സംബന്ധിച്ചിടത്തോളം കൃഷിയിലേക്ക് ഇറങ്ങിത്തിരിക്കണം. അത് ഡോക്ടേഴ്സായാലും എഞ്ചിനീയറായാലും IAS കാരനായാലും IPS കാരായാലും സാധാരണക്കാരായാലും നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങിത്തിരിക്കണം. കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. ചേട്ടാ, നമ്മുടെ ഇവിടുത്തെ എല്ലാ മേഖലയിലും ഉള്ള വ്യക്തിത്വങ്ങളെ ആദരിക്കുകയും പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒരു കർഷകന് വേണ്ടത്ര പ്രാധാന്യം കിട്ടുന്നുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ ഒരു കർഷകൻ എന്ന് പറയുമ്പോൾ ഒരു ശില്പിയാണ്. കർഷകനും കർഷക തൊഴിലാളിയും ഒരു ശില്പിയാണ്. ഒരു ശില്പി, നമ്മളിപ്പോൾ പറഞ്ഞ ഒരു തടി കൊത്തുന്ന ഒരു ശില്പി, അവന് വലിയ ഇഷ്ടം പോലെ നമ്മുടെ വാരിക്കോരി മൊമെൻ്റുകളും അതും ആശംസകളും ഒക്കെ കൊടുക്കും. ഒരു ശില്പം ഒരു വള്ളം കൊത്തുന്ന ഒരാൾക്കായാലും ഒരു കല്ല് കൊത്തുന്ന ഒരാൾക്കായാലും ഭയങ്കര ആർഭാടമായിട്ട് അവനെ സ്വീകരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവൻ എന്തിനു വേണ്ടിയാണ് കൊത്തിയെന്നുള്ള ആരും ചിന്തിക്കുന്നില്ല.
അവൻ ആ വള്ളം കൊത്തിയത് എന്തിന്, ഒരു വള്ളം ഉണ്ടാക്കിയത് എന്തിന്, അല്ലെങ്കിൽ ഒരു കല്ല് കൊത്തിയത് എന്തിന്, ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല. അവനും അന്നത്തിന് വേണ്ടിയാണ് ഈ കൊത്തിയത്. അപ്പോൾ അന്നം ഉണ്ടാക്കുന്നവനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ശില്പി എന്നാണ് എന്നെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പഠിപ്പിച്ചിരിക്കുന്നത്. ഈ മനുഷ്യർക്ക് മാത്രമല്ലല്ലോ ഈ നമ്മൾ ഈ അന്നം ഉണ്ടാക്കി കൊടുക്കുന്നത് അല്ലേ, പ്രകൃതിക്ക് മൊത്തം അല്ലേ, പക്ഷികൾക്കും മറ്റുള്ള എല്ലാ ജന്തുക്കൾക്കും. പക്ഷേ അവന് ഈ ഇതിൽ അംഗീകരിക്കപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മുടെ കർണൻ പറഞ്ഞു വിട്ട് ഈ കൃഷി ഇടങ്ങളിലൊന്നും നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് ഇവരെ അംഗീകരിക്കപ്പെടുന്നില്ല. ഇവരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരിപ്പോൾ നമുക്ക് തന്നെ ഒരു കണ്ടം വൃത്തിയാക്കി വരമ്പുമൊക്കെ കോതി വൃത്തിയാക്കി വെള്ളം ഒഴുകാനും കയറാനും ഒക്കെ ഉള്ളൊരു സൗകര്യം ഉണക്കി അവിടെ വിത്ത് പാകി അവിടെ നെല്ല് വന്ന് നിൽക്കുമ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കാനൊക്കെ അവിടെ വരുന്നുണ്ട്. പക്ഷേ ഇതുണ്ടാക്കിയ ശില്പി ആരും കർഷകർ ആദരിക്കപ്പെടുന്നില്ല. പ്രതീക്ഷ നിർഭരമായ ഒരു നാടൻ പാട്ടോടുകൂടി അവസാനിപ്പിക്കാം. വീഴാണ്ടു നോവാണ്ട് ഞങ്ങളെ കാത്തുകൊള്ളേണം, വിത്തും കൈക്കോട്ടും പാടണ പുലരാ പുലരി വരേണം. വീഴാണ്ടു നോവാണ്ട് ഞങ്ങളെ കാത്തുകൊള്ളേണം, വിത്തും കൈക്കോട്ടും പാടണ പുലരാ പുലരി വരേണം. നിറവറ വെച്ചതിരേക്കാം പുത്തരി വച്ചു വിളമ്പാം, നിറവറ വെച്ചതിരേൽക്കാം പുത്തരി വച്ചു വിളമ്പാം. ഇല്ലാത്തോരാണേലും ഞങ്ങളുള്ളതിൽ പങ്കുതരാം, ഇല്ലാത്തോരാണേലും ഞങ്ങളുള്ളതിൽ പങ്കുതരാം. തനദിന തനദിന തനോ തനദിന തനദിന തനോ. വീഴാണ്ടു നോവാണ്ട് ഞങ്ങളെ കാത്തുകൊള്ളേണം, വിത്തും കൈക്കോട്ടും വാഴണ പുലരാ പുലരി വരേണം. വീഴാണ്ടു നോവാണ്ട് ഞങ്ങളെ കാത്തുകൊള്ളേണം, വിത്തും കൈക്കോട്ടും വാഴണ പുലരാ പുലരി വരേണം. നിറവറ വെച്ചതിരേൽക്കാം കുത്തരി വെച്ചു വിളമ്പാം, നിറവറ വെച്ചതിരേൽക്കാം കുത്തരി വെച്ചു വിളമ്പാം. ഇല്ലാത്തോരാണേലും ഞങ്ങളുള്ളതിൽ പങ്കുതരാം, ഇല്ലാത്തോരാണേലും ഞങ്ങളുള്ളതിൽ പങ്കുതരാം. തനതന താനാനിന താനാനോ തനദിന താനാനിന താനാനോ തനദിന താനാനിന താനാനോ തനദിന താനാനിന താനാനോ.